പ്ലാൻ ലാസ്റ്റിലായിരിക്കാം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ലാസ്റ്റ് വരെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവണം. അതിനുശേഷം മാത്രം, അതായത് ഈ സൂം വൈൻഡപ്പ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു സൂമിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. ഇത് റിക്വസ്റ്റ് ആണ്. എനിവേ ഇത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ആ ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ വലിയൊരു കമ്മ്യൂണിറ്റിയും കാര്യങ്ങളുള്ള വലിയൊരു ഓർഗനൈസേഷൻ തന്നെയാണ്. നല്ലൊരു അക്കാഡമിയാണ്. അതിലൂടെയാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ട് കിട്ടിയത്. അൽഹംദുലില്ലാഹ് ബ്ലെസ്ഡ് ആണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് കയ്യിൽ കിട്ടിയതിൽ. കാരണം എന്നെ പോലത്തെ ഓരോ ഹൗസ് വൈഫിനും നല്ല രീതിയിൽ ഏർണിങ്സ് എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, ഞങ്ങളുടെ ലൈഫിന്റെ എല്ലാ രീതിയിലുള്ള എന്താ പറയുക, ഫിനാൻഷ്യലി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നിറവേറ്റാൻ പറ്റുന്ന, ഞങ്ങളുടെ ഡ്രീമും ഗോളും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ഒരുപാട് ഡ്രീമും ഒരുപാട് ഗോൾസും ഉണ്ടാവാം. അത് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എത്തിപ്പെട്ടതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി ഒരു അരമണിക്കൂർ നിങ്ങൾ ഈ ഒരു സൂമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ നല്ലൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വാക്ക് തരാണ്. ഒരുപാട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്ലാൻ പ്രസന്റേഷന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ നിൽക്കുന്ന, ഓർഗനൈസേഷനിലെ ഏറ്റവും ഫ്രണ്ട് റോയിൽ നിൽക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് മെമ്പറിൽ ഒരു മെമ്പറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, കോയിൻഫോർജ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എംപവർ എന്നുള്ള ഓർഗനൈസേഷന്റെ കൂടെ വളരെയധികം സീരിയസ് ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെയധികം ഹാപ്പി ആയിട്ട് മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും എന്ന് പറഞ്ഞാല് ടൈം ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് അല്ലെ. ഒരാൾക്ക് ടൈം കുറച്ച് കൊടുക്കുക എന്ന് പറയുന്നത്, ഞാനൊരു കമന്റ് കേട്ട് സ്റ്റാർട്ടിൽ, ഇത് എപ്പോഴെങ്കിലും തുടങ്ങോ അല്ലെ. നമുക്ക് ഒരു മിനിറ്റ് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അത് ഒരാളെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് അറിയില്ല. കാരണം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസത്തെ മണിക്കൂറുകൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന സമയം ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാന്നുള്ള രീതിയിൽ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരൻ വിളിച്ചിട്ട് ഇല്ലെങ്കിൽ സുഹൃത്ത് വിളിച്ചിട്ട് പറയണത്, നിന്റെ ഒരു അരമണിക്കൂറും കൂടി എന്ത് ചെയ്യണം, ഒരു ലിങ്കിലേക്ക് വേണം, ഒന്ന് ലിങ്ക് കേൾക്കണം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺഫ്യൂസ്ഡ് ആയി പോകും. പിന്നെ പ്രത്യേകിച്ചിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം ഓർപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല, ഇങ്ങനത്തെ ഒരു ലിങ്കിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും ഒരു കാര്യം തോന്നിയിട്ടുണ്ടാവും, ഇതെങ്ങാനും മറ്റേ പരിപാടിയാണോ അല്ലെ. ആ ഒരു കൺഫ്യൂഷൻസ് നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 to 15 minutes എന്ത് ചെയ്യാം, എനിക്ക് നിങ്ങളൊന്ന് തരാം. നിങ്ങൾ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ഇന്നലെ വരെ മാർക്കറ്റിൽ വന്നു പോയ ഉഡായിപ്പ് കമ്പനിയുടെ പ്ലാൻ അല്ല നമ്മൾ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം കൂടിയാണ്. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ മാത്രമല്ല നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ കാലഘട്ടം, ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഈ ഒരു 20 മിനിറ്റ് എന്ത് ചെയ്യില്ല, ലൈഫിൽ വേസ്റ്റ് ആയി പോലും. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. ഓക്കെ, അപ്പോ എന്ത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല അല്ലെ. ഏതോ ഒരു സുഹൃത്തിന്റെ വാട്സപ്പ് ലിങ്ക് വഴി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി എന്തെങ്കിലുമൊക്കെ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പല രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്തെന്നുള്ള കാര്യം എനിക്കറിയില്ല. പല തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു പ്രോഗ്രാം ഹാളിലേക്ക് എത്തിയിട്ടുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു 50 മിനിറ്റ്സ് ഇവിടെ നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ആ ഒരു തിരക്കൊക്കെ മാറ്റി വെച്ച് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആഫ്റ്റർ ദ പ്രോഗ്രാം കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടും. ഒരുപാട് പേരുടെ ലൈഫിൽ വലിയൊരു ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യിപ്പിച്ച ഒരുപാട് പേരുടെ ലൈഫിൽ വലിയൊരു വഴിത്തിരിവായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതിന്റെ സീരിയസ്നെസ്സിൽ എല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിൾ ആണ്. ഇന്നത്തെ മാർക്കറ്റിൽ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിപ്പോ ആ പരിപാടിയാണ് ഈ പരിപാടി എന്നുള്ളത്. ഇന്ന് ജിനാബ് ഗസാലി എന്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് റീസൺ ആണ് ഞാൻ ഇന്ന് ഈ പ്രൊജക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊജക്ട് ഇന്ന് മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എംപവർ എന്നുള്ളൊരു ഓർഗനൈസേഷനാണ്. എംപവറിന്റെ ഹിസ്റ്ററി നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് 5 year ആയിട്ട് മാർക്കറ്റിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് ഒരുപാട് പേരുടെ ലൈഫിലേക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരുത്തി ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് 5 years ആയിട്ട് വളരെയധികം സക്സസ് എന്ത് ചെയ്യാനുണ്ട്, എംപവർ ഫാമിലിക്ക് പറയാനുണ്ട്. ആ ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ന് ഈ ഒരു കോയിൻഫോർജ് എന്നുള്ള പ്രൊജക്ട് ഏറ്റെടുത്ത് മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ റീസൺ. ഓക്കെ, എംപവറിന്റെ വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഉഡായിപ്പ് കമ്പനികൾ വന്ന് നശിപ്പിച്ചു വെച്ച മാർക്കറ്റിൽ നമ്മൾ ജീവിക്കണം. സീരിയസ്ലി അങ്ങനെ തന്നെ പറയണം. ഒരുപാട് തട്ടിപ്പ് കമ്പനികൾ വന്ന് ഒരുപാട് പേരുടെ കാശ് പോയ
ഒരു മാർക്കറ്റിലാണ് ഇന്ന് നമ്മൾ. അതുകൊണ്ടാണ് നമുക്കൊരു ഒരു കൺഫ്യൂഷൻ വരുന്നത്, ഈ ലിങ്കിൽ കയറണോ, എന്റെ ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് നമുക്കൊരു സംശയം തോന്നാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കാശ് മുമ്പ് പോയതുകൊണ്ടാണ്. എംപവർ മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ കാശ് പോയതൊക്കെ ഓക്കെ, ഇനി ഒരുത്തന്റെ കാശ് പോലും എന്ത് ചെയ്യരുത്, പോകരുത്. ഈ ഒരൊറ്റ വിഷനോട് കൂടിയിട്ട് ഏതാണ് കള്ള നാണയം ഏതാണ് നല്ല നാണയം എന്ന് മാർക്കറ്റിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ശരിക്കും എംപവർ ഇന്റർനാഷണൽ. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ശരിക്കും ഞാൻ എന്ത് ചെയ്യുന്ന ഈ ഒരു പ്രൊജക്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതാണ് ഈ രണ്ട് റീസൺ ആണ് ഇന്ന് എന്റെ പ്രൊഫഷൻ. ഒരിക്കലും ഇതെല്ലാം, ഞാൻ ബേസിക്കലി ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്, എന്റെ ഫാമിലി ബിസിനസ് റെസ്റ്റോറന്റ് ഫീൽഡ് ആണ്. ഇന്ന് അതൊന്നും ഫോക്കസ് ചെയ്യാതെ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു പ്രൊജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഈ രണ്ട് റീസണാണ്. ഓക്കെ, വാട്ട് ഈസ് ഡീസെൻട്രലൈസ്ഡ് അല്ലെ? രണ്ട് കാര്യം ഞാൻ സൂചിപ്പിച്ചു. കോയിൻ ഫോർജ് എന്ന് പറയുന്നത് സ്മാർട്ട് കോൺട്രാക്ട് ആണ്, മാത്രമല്ല ഇത് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആണ് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നലെ വരെ ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ വന്നു പോയിട്ടുണ്ട് അല്ലെ? എന്താണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇന്നലെ വരെ വന്ന് ആൾക്കാർ ചീറ്റ് ചെയ്യിപ്പിച്ച സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മളൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് മാർക്കറ്റിൽ നിങ്ങൾ 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 2 ലക്ഷം ആക്കി തരാമെന്ന് പറയുന്ന കമ്പനികളുണ്ട്. ഡെയിലി 1% റിട്ടേൺ തരാമെന്ന് പറയുന്ന കമ്പനികളുണ്ട്. ഡെയിലി 2% റിട്ടേൺ തരാമെന്ന് പറയുന്ന കമ്പനികളുണ്ട്. പിന്നെ പല ടൈപ്പ് പ്രോഡക്ട്സുകൾ മാർക്കറ്റിൽ കൊടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ കീഴിൽ ഒരു കമ്പനി ഉണ്ടാവും, ഒരു അതോറിറ്റി ഉണ്ടാവും, ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ടാവും അല്ലെ? ഒരു സിസ്റ്റം ഉണ്ടാവും ഇവർക്ക് പിന്നാലെ. ഈ സിസ്റ്റം ആണ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുക. ആ ഒരു MD, ആ ഒരു മാനേജിങ് ഡയറക്ടർ തീരുമാനിക്കും ഇത് എത്ര കാലം മാർക്കറ്റിൽ റൺ ചെയ്യണം. ഞാൻ പറയുന്നത് എല്ലാ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളെയും അടിച്ച് ആക്ഷേപിക്കല്ല. നല്ല പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സെല് ചെയ്യുന്ന നല്ല പ്രോഗ്രാമുകൾ ഒന്നും മാർക്കറ്റിലുണ്ട്. ഞാൻ എല്ലാത്തിനും എന്ത് ചെയ്തില്ല, അത് പറഞ്ഞില്ല. പുത്തൻ കമ്പനികളൊക്കെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സീരിയസ് ആയിട്ട് 5, 6, 7 വർഷമൊക്കെ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ബേസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സിനെ പേഴ്സണലി എനിക്കറിയാം. ഓക്കെ, നല്ല പ്രൊഡക്റ്റ്, അത് അവരുടെ ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പുത്തൻ കമ്പനികളൊക്കെ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഓക്കെ, പ്രൊഡക്റ്റിന് ഒരു വാല്യൂ കൊടുക്കാതെ മാർക്കറ്റിൽ എന്ത് ചെയ്യാം, കമ്മീഷന് വേണ്ടി മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ. ഓക്കെ, ഇപ്പൊ കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 2 ലക്ഷം ആക്കി തരാമെന്ന് പറയുന്ന കമ്പനികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ട്രേഡ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡബിൾ ആക്കി തരുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രോഫിറ്റ് തരുന്നുണ്ടാവുക. ട്രേഡിങ്ങിലൊക്കെ ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭമുണ്ട്, നഷ്ടമുണ്ട് ഇല്ലേ? ഞാൻ 2019 മുതൽ 2023 വരെ ഞാൻ ട്രേഡറായിരുന്നു. ഞാൻ സീരിയസ്ലി മാർക്കറ്റിൽ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ട്രേഡിംഗ് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ്, നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു പ്രോഫിറ്റ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷെ അതേ മാർക്കറ്റിൽ തന്നെ എനിക്ക് ലോസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ലാഭവും നഷ്ടവും ഉണ്ടാവുന്ന സമയത്ത് ചില കമ്പനികൾ പറയണു, നിങ്ങൾക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ലാഭം മാത്രം തരാം. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ലാഭം ഉണ്ടെങ്കിൽ ലാഭം കൊടുക്കാം, നഷ്ടം ഉണ്ടെങ്കിൽ നഷ്ടം കൊടുക്കാന്ന് പറയണം. അല്ലാതെ ലാഭം മാത്രം കൊടുക്കാന്ന് പറയുന്നത് ഏത് കച്ചവടത്തിലും എന്തല്ല പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ആ ഒരു കമ്പനിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ടാവും. ഇത്ര കോടി മാർക്കറ്റിൽ നിന്ന് അടിക്കണം, 500 കോടി, 1000 കോടി. കമ്പനികളാണ് ഇന്ന് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, ആൾക്കാരെ ചീറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഫണ്ട് കൊണ്ട് പോകുന്നത്. അപ്പൊ ഇത്തരം ടൈപ്പ് പ്രൊജക്ടുകളിലെയാണ് സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഒരു അതോറിറ്റി, ഒരു മാനേജിംഗ് ഡയറക്ടർ ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കമ്പനി ഇല്ല, ഇവിടെ ഓണർ ഇല്ല, MD ഇല്ല, ഒന്നുമില്ല. അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടാവും, ഇതൊക്കെ ഉണ്ടായിട്ട് ആൾക്കാർ ചീറ്റ് ചെയ്യപ്പെടുന്നു, ഇതൊക്കെ ഉണ്ടായിട്ട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നു, പിന്നെ എങ്ങനെയാണ് സാർ ഇത് വിശ്വസിക്കുക? ഇതൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും അല്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ളൊരു പ്രോഗ്രാമിന്റെ സഹായത്തോട്, ഒരു ടെക്നോളജിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇന്ന് കോയിൻ ഫോർജ് എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്ട് മാർക്കറ്റിൽ റൺ ചെയ്യുന്നത്. ഓക്കെ, എന്ത് ബ്ലോക്ക് ചെയിൻ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വേർഡൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ 3 വേർഡാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഡീസെൻട്രലൈസ്ഡ് ആയ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഈ സ്മാർട്ട് കോൺട്രാക്ട് ഇന്ന് മാർക്കറ്റിൽ റൺ ചെയ്യുന്നത് പോളിഗൺ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ 3 വേർഡ് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, എന്റെ വായിന്ന് കേട്ടുന്നുള്ളത് മാത്രം വിശ്വസിക്കാതെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. എന്താണ് സ്മാർട്ട് കോൺട്രാക്ട്, എന്താണ് ഡീസെൻട്രലൈസേഷൻ, എന്താണ് പോളിഗൺ ബ്ലോക്ക് ചെയിൻ, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ എന്താണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഗൂഗിൾ പറയും.
ഓക്കെ, അപ്പൊ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് നമ്മൾ നോർമൽ കോൺട്രാക്റ്റുകളൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്. ലൈക്ക് ഒരു സാധനം മേടിക്കുക എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ആണ്. ഒരു സ്ഥലക്കച്ചവടം എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ആണ്, അല്ലെ? ഒരു ബയ്യർ ഉണ്ടാവും, ഒരു സെല്ലർ ഉണ്ടാവും, ഒരു വാങ്ങുന്ന ആളും ഉണ്ടാവും, ഒരു വിൽക്കുന്ന ആളും ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു ഇടനിലക്കാരൻ, ഒരു മീഡിയേറ്റർ ഉണ്ടാവും. ഇതാണ് സാധാരണ നമ്മൾ കണ്ട കരാറ്, കോൺട്രാക്ട്. ഇവിടെ ഈ പറഞ്ഞ ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാരനെ നമ്മളൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ, ആ ബ്രോക്കറിനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് മാറ്റിത്തിരുത്തൽ വാങ്ങിച്ചാലും ആ ഒരു കച്ചവടത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നേരെ മറിച്ച് നേരെ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ബയ്യറും സെല്ലറും അല്ലാതെ ഇതിന്റെ ഇടയിൽ എന്തില്ല, ഒരു ഇടനിലക്കാരനില്ല, ഒരു ഇന്റർമീഡിയേറ്റർ ഇല്ല. അതാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇടനിലക്കാരൻ ഇല്ലാത്തതുകൊണ്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രോഗ്രാം ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏതൊക്കെ രീതിയിൽ റൺ ആവണം, ഇത് ഏതൊക്കെ രീതിയിൽ ഇതിന്റെ ഇൻകം ഫ്ലോ ആകണം, അതിനാണ് സ്മാർട്ട് കോൺട്രാക്ട്. പ്രീ എക്സിക്യൂട്ടഡ് പ്രോഗ്രാം, ഇത് മുൻകൂട്ടി എക്സിക്യൂട്ട് ചെയ്ത പ്രോഗ്രാം. ഈ മുൻകൂട്ടി എക്സിക്യൂട്ട് ചെയ്ത ഈ പ്രീ കോൺട്രാക്ട് അല്ലെങ്കിൽ ഈ സ്മാർട്ട് കോൺട്രാക്ട് ബ്ലോക്ക് ചെയിനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്യുന്നത് വരെ എന്ത് മാറ്റിത്തിരുത്തലുകളും എന്ത് എഡിറ്റിംഗ് വേണിച്ചാലും പോസിബിൾ ആണ്, നമുക്ക് അതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. വൺസ് ഡിപ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നോ വൺ ക്യാൻ സ്റ്റോപ്പ്, നോ വൺ ക്യാൻ കൺട്രോൾ, നോ വൺ ക്യാൻ ഹാക്ക്. ഇതാണ് ഇതിന്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത്. വൺസ് ഇത് ഡിപ്ലോ ചെയ്ത് കഴിഞ്ഞാൽ, ബ്ലോക്ക് ചെയിനിൽ ഇത് ഡിപ്ലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ. ഇപ്പൊ കോയിൻ ഫോർജ് ആണെന്നുണ്ടെങ്കിലും ഏത് കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിലും സ്മാർട്ട് കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിലും അത് ക്രിയേറ്റ് ചെയ്തൊരു ക്രിയേറ്റർ ഉണ്ടാവും. വെറുതെ പൊട്ടിമുളക്കില്ലല്ലോ, ഉണ്ടാവും. വെറുതെ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യില്ല, മാർക്കറ്റിൽ പൊട്ടിമുളക്കില്ല. പക്ഷെ ആ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റർ വിചാരിച്ചാൽ പോലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പ്രോഗ്രാമിന് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതാണ് ഇതിന്റെ ട്രസ്റ്റ്. ഓക്കെ, നമ്മൾ ഇന്നലെ വരെ കണ്ട കമ്പനികൾ ഡെയിലി 1% ഒക്കെ റിട്ടേൺ തരും. ഞാൻ കണ്ടിട്ടുണ്ട്, കമ്പനികൾ കണ്ടിട്ടുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 6 മാസം കഴിഞ്ഞാൽ 1% എന്നുള്ളത് 5% ആക്കും. പ്ലാൻ മാറുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പലതരത്തിലുള്ള മാർഗം. ഇപ്പോ ആദ്യം ഒരു ആഴ്ചയിലാണ് ഫണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് എന്താവും, അതൊരു മാസമൊക്കെ ആവും, പിന്നെ അത് 45 ദിവസമാവും, അല്ലെ? എഡിറ്റിംഗ് വരും, അവിടെ ഒരു മാറ്റിത്തരും, പ്ലാനിൽ പല ചേഞ്ച് കൊണ്ടുവരും. ബട്ട് നേരെ നിങ്ങൾ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം എന്ത് ചെയ്യണ്ട, ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെയധികം പ്രൗഡ് ആയിട്ട് പറയാൻ പറ്റും. ഏകദേശം 9 മാസത്തോളം കോയിൻ ഫോർജ് എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്ട് റൺ ചെയ്തു. ഇന്ന് 9 മാസം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു ഫസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്ത് ഇപ്പൊ ഏകദേശം ഒരു 3-4 ദിവസമായിട്ടുള്ള നമ്മളുടെ സെക്കൻഡ് പ്രോഗ്രാം ആയിട്ടുള്ള ഫോർജ് റിവോൾവ് എന്നുള്ളത് മാർക്കറ്റിൽ എന്ത് ചെയ്തത്, ഓപ്പൺ ചെയ്തിട്ട് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്തു, 9 മാസം കംപ്ലീറ്റ് ചെയ്തു. ഈ 9 മാസത്തെ കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഹാപ്പിയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പഠിച്ച കാര്യങ്ങൾ വെച്ച് മറ്റുള്ളവർ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന അതേ സമയത്ത് അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, ഈ കോയിൻ ഫോർജ് എന്നുള്ളത് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാനോ നിർത്തലാക്കാനോ ഒന്നും പറ്റില്ല. നമ്മൾക്ക് ഒരു കമ്പനി ഒരാളുടെ അടുത്ത് പോയിട്ട് പറയാനുള്ള പേടി എന്താണെന്നറിയോ? ഇന്ന് ആൾക്കാർ എന്തുകൊണ്ടാണ് പറയാൻ മടിക്കണം എന്നറിയാം നിങ്ങൾക്ക്? ഇത് എന്നാണ് കമ്പനി പൂട്ടിട്ട് പോകാന്ന് അറിയാത്തതുകൊണ്ട്. ചിലർ പ്ലാനൊക്കെ പറയും, നല്ല വൃത്തിക്ക് പ്ലാനൊക്കെ പറയും. ലാസ്റ്റ് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, അതിൽ അവർ കുഴഞ്ഞു പോകുന്ന ഒരു ചോദ്യമാണ്, സാർ ഇത് എത്ര നാൾ ഉണ്ടാവും സാറേ കമ്പനി? എന്താ ചോദിക്കാനുള്ള കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും. ഇന്നലെ വരെ വന്ന എല്ലാ കമ്പനികളും നിർത്തിയിട്ട് പോയിട്ടുണ്ട്. ഇന്നലെ വരെ വന്ന എല്ലാ പ്രൊജക്ടുകളും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചോദിക്കുന്നത്, ഇത് എപ്പോഴാണ് സാറേ നിർത്തിയിട്ട് പോകാൻ നോക്കി? ഇതിനൊരു ആൻസർ എന്ത് ചെയ്യാറില്ല, കിട്ടാറില്ല. ഓക്കെ, ഇന്ന് നിങ്ങൾ കോയിൻ ഫോർജിന്റെ പ്ലാന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാരണ്ടി കൊടുത്ത് പറഞ്ഞോ, എന്നാണോ ഇന്റർനെറ്റ് ഇവിടെ സ്റ്റോപ്പ് ആകുന്നത് അന്നാണ് ഈ പ്രോഗ്രാം നിൽക്കുള്ളൂ. അല്ലാണ്ട് ഇതിന്റെ ക്രിയേറ്റർ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്തോളും, പ്രോഗ്രാം റൺ ആയിക്കോളും. എന്തിനാണ് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്? ഈ പ്രോഗ്രാം നമ്മൾ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണ് എഴുതി വെച്ചോ. ഇന്ന് വേൾഡിൽ തന്നെ ഏറ്റവും പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് ഇന്ന് ക്രിപ്റ്റോ കറൻസിയാണ്. ആ ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് നമ്മുടെ കോയിൻ ഫോർജ്. ഓക്കെ, ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് നമ്മൾ എല്ലാവരും പഠിക്കണം. 2008 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് മാർക്കറ്റിൽ ക്രിപ്റ്റോ വരുന്നത്. ഈ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വന്ന ഒരു ക്രിപ്റ്റോന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സുപരിചിതമായിരിക്കും. ബിറ്റ് കോയിൻ എന്ന് പറയും, BTC എന്നുള്ള പേരിലാണ് ശരിക്കും ആദ്യമായിട്ട് 2008 എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിലേക്ക് ക്രിപ്റ്റോ കറൻസി വരുന്നത്. ആ ഒരു സമയത്ത് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിനോട് ചോദിക്കുക,
2008, 2010 കാലഘട്ടങ്ങളിലൊക്കെ ഒരു ബിറ്റ് കോയിന്റെ റേറ്റ് എന്താണെന്ന് നിങ്ങൾ ഗൂഗിളിനോട് ചോദിക്കുക. ഗൂഗിൾ പറഞ്ഞു തരും. മാക്സിമം കഴിഞ്ഞാൽ ഒരു 3 രൂപ, 2 രൂപ 85 പൈസയാണ് 2010. ഞാൻ ഒടുക്കത്തെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയാനുള്ള കാരണം ഇന്ന് നിങ്ങൾ BTC കറന്റ് പ്രൈസ് ഇൻ INR 2025 എന്ന് നിങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പറയും ഇന്ന് അതിന്റെ റേറ്റ് 83 ലക്ഷമാണ്. 2010 2 രൂപ 85 പൈസയുള്ള ബിറ്റ് കോയിന്റെ ഇന്നത്തെ കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് 83 ലക്ഷമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ അതിനുണ്ട് എന്നുള്ളത്. ഓക്കെ, പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ 2010 നമ്മളടുത്ത് ആരും പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ ആരും മേടിച്ചോ. 2010 നമ്മളൊരു 100 രൂപയ്ക്ക് ബിറ്റ് കോയിൻ മേടിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 5 ബിറ്റ് കോയിൻ എങ്കിലും എന്ത് ചെയ്യും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു 200 രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികളാണ് നമ്മളെന്നുണ്ടെങ്കിൽ ഒരു 10 ബിറ്റ് കോയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇന്ന് അതിന്റെ അസറ്റ് എന്ന് പറയുന്നത് ഏകദേശം 8,30,00,000. അന്ന് നമുക്കൊരു പ്രോപ്പർ അവയർനെസ് കിട്ടാത്തത് കൊണ്ട്, ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ ബോധേഡായില്ല. നമ്മൾ ഇതിൽ ഈ ഒരു അസറ്റ് മേടിച്ചിടാൻ എന്ത് ചെയ്തില്ല, വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. നാളെ എങ്ങാനും ഇത് വന്നില്ലെങ്കിലോ, ഇനിയിപ്പോ എങ്ങാനും ഇത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നാളെ ഇത് സെല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ. 2010 നമുക്ക് 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരായിരുന്നു. അതിലൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ മേടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവയർനെസ് ആരും നമുക്ക് തന്നില്ല. ഇപ്പോ അസുറ മേഡത്തിന്റെ അടുത്ത് പറയാണ് 2025 ഈ ഒരു ബിറ്റ് കോയിന്റെ റേറ്റ് എന്തായാലും 50 ലക്ഷം എത്തും, ഇല്ലെങ്കിൽ 10 ലക്ഷം എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു 10 ബിറ്റ് കോയിനിൽ മേടിച്ചിട്ടില്ലേ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ, നമ്മൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ. ഇനി ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. 2010 ഒരു പവൻ നമ്മൾ ഗോൾഡ് മേടിക്കാൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു? ഇന്ന് ഗോൾഡിന്റെ വില എത്ര? 2010 നമ്മൾ ഒരു സെന്റ് സ്ഥലത്തിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് അത് എത്ര പ്രോഫിറ്റ് റേഷ്യോയിൽ നമുക്ക് ഇത് സെല് ചെയ്യാൻ പറ്റും? എല്ലാം കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് ഗവൺമെന്റ് അടക്കം പറഞ്ഞ ഒരു ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. ഞാൻ പറഞ്ഞതല്ല, ഇന്ന് ഗവൺമെന്റ് പറഞ്ഞതാണ്. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകൾ പറഞ്ഞ കാര്യമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. ഇന്നത്തെ കാലത്ത് നമുക്കൊരു 83 ലക്ഷമൊക്കെ മുടക്കിയിട്ട് ബിറ്റ് കോയിൻ മേടിക്കാൻ പറ്റും? ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മളെല്ലാവരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു പോയി. അതുകൊണ്ട് 83 ലക്ഷം മുടക്കിയിട്ട് ബിറ്റ് കോയിൻ മേടിക്കുക എന്ന് പറയുന്നത് ഇസ് നോട്ട് പോസിബിൾ. ഈ നമുക്കുള്ള ആകെയുള്ള ചാൻസ് എന്താ? ഇനി നമുക്ക് ആകെയുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ പോലെ വളരാൻ ഇരിക്കുന്ന കറൻസികളുണ്ട് മാർക്കറ്റിൽ. ബിറ്റ് കോയിൻ പോലെ വളരാൻ സാധ്യതയുള്ള കറൻസികൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഈ കറൻസികൾ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇടാം. അത് മേ ബി നാളെ എന്ത് ചെയ്യും, ബിറ്റ് കോയിൻ പോലെ വരാം. നാളെ നമുക്കൊരു ഡിജിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാറാൻ വേണ്ടി പറ്റും. ക്ലിയർ? ഇവിടെ ശരിക്കും ഒരു ബിറ്റ് കോയിൻ ഇന്ന് ഇത്രയും പ്രോഫിറ്റിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് നിങ്ങൾ എടുത്തു നോക്കുക, ആ ഒരു ബിസിനസ് വിജയിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്താ? ജസ്റ്റ് നിങ്ങളെ കൊണ്ടൊന്ന് ചോദിച്ചു നോക്കുക, ഒരു ബിസിനസ് എന്തുകൊണ്ട് വിജയിക്കണം? ജസ്റ്റ് ഒന്ന് ചോദിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു ചോദ്യം നമ്മുടെ അടുത്തൊക്കെ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് സക്സസ് ആവണേ? ഒരു സൂപ്പർ മാർക്കറ്റ് എങ്ങനെ വിജയിക്കണേ? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, അത് വിജയിക്കുന്നത് അത് കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ശരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ബിസിനസ്സുകൾ സക്സസ് ആവുന്നത്, വിജയിക്കുന്നത് കസ്റ്റമർ ആണ്. അതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഒരു ബിസിനസ് വിജയിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നത് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലാണ് അല്ലെ. ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, കസ്റ്റമേഴ്സിന് ഉണ്ടാക്കിയിട്ടാണ് ആ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത് പറഞ്ഞത് വിജയിക്കില്ലേ? 2010 2 രൂപ 85 പൈസ ഉണ്ടായിരുന്ന ബിറ്റ് കോയിൻ ഇന്ന് 83 ലക്ഷം ആകാനുള്ള കാരണം അന്നത്തെ ഇതിനെക്കാട്ടിയും കൂടുതൽ കസ്റ്റമേഴ്സ് ബിറ്റ് കോയിൻ ഇന്നുള്ളത് കൊണ്ടാണ്. അന്നത്തെ 2010 ഉള്ള കസ്റ്റമറിന്റെ എത്രയോ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് ഇന്ന് ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് 83 ലക്ഷം ആവാനുള്ള കാരണം. ഓക്കെ, ഒരു സൂത്രം പറഞ്ഞുതരാം. കോയിൻ ഫോർജിനെ സംബന്ധിച്ചിടത്തോളം കോയിൻ ഫോർജ് ലാസ്റ്റ് 9 മാസമായിട്ട് മാർക്കറ്റിൽ കസ്റ്റമറിനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം, കമ്മ്യൂണിറ്റിയാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവരുടെ ഡിജിറ്റൽ പ്രോഗ്രാം മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം, അവരുടെ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം, അവരുടെ NFT മാർക്കറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ കസ്റ്റമറിനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു പ്രൊജക്ട് മാർക്കറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്താൽ ഈ പ്രൊജക്ട് വിജയിക്കില്ലേ? നിങ്ങൾ പറ. ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പ്രോഗ്രാം മാർക്കറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനും അവരുടെ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആ പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന ക്രിപ്റ്റോയുടെ റേറ്റ് കൂടാനും സാധ്യതയുണ്ട് അല്ലെ.
ഒരു ചാൻസ് ഉണ്ട്. ആ ചാൻസ് ആണ് ശരിക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 100% ഉറപ്പാണ് കസ്റ്റമർ ഉള്ള കമ്മ്യൂണിറ്റി ഉള്ള ഒരു കമ്പനിയിൽ ഒരു കോയിൻ ലോഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോയിൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ യൂട്ടിലിറ്റി ഫോക്കസ് ചെയ്ത് അതിന്റെ കസ്റ്റമർ ബാക്കപ്പ് ഫോക്കസ് ചെയ്ത് ഒരുപാട് പുറത്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, 100% ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പ്രോഗ്രാമും അതുപോലെ തന്നെ അതിന്റെ കമ്മ്യൂണിറ്റിനെ നോക്കിയിട്ടാണ് ഒരു ക്രിപ്റ്റോയിലൊക്കെ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൗഡായിട്ട് പറയാൻ പറ്റും, കോയിൻഫോർജ് എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ കസ്റ്റമർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് മാർക്കറ്റിലേക്ക് അവരുടെ അസറ്റ് കൊണ്ടുവരണം. സോ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബിറ്റ് കോയിൻ പോലെ ആയിരക്കണക്കിന് കറൻസികളുണ്ട്, ലൈക്ക് എത്തീറിയം, സൊലാന, ADA, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെ കറൻസികൾ കാണാൻ പറ്റും. നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ടുള്ള നമ്മുടെ കോയിൻഫോർജ് പറയുന്നുണ്ട് അവരുടെ ഓൺ കറൻസി ഏകദേശം 100 കോടി കോയിൻ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പൊ ഏർലി സ്റ്റേജിൽ നിങ്ങളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു കോയിൻഫോർജ് എന്നുള്ള ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് നമ്മൾ ചെയ്യുന്നത് കുറെ ആൾക്കാരെ ചേർത്തൊന്നല്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അവരുടെ അസറ്റ്, നമ്മളുടെ അസറ്റ് എന്ത് ചെയ്യണം, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇവിടെ ഫോർജ് റിവോൾവ് എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ കോയിൻ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു 8 കോൺട്രാക്ട് ഉണ്ട്. ഫോർജ് റിവോൾവിൽ 8 കോൺട്രാക്ട് ഉണ്ട്. $15 തുടങ്ങി ഏകദേശം $1500 വരെ വരുന്ന ഒന്നാമത്തെ കോൺട്രാക്ടിന്റെ വാല്യൂ 15, രണ്ടാമത്തെ കോൺട്രാക്ടിന്റെ വാല്യൂ 25, 50, 100, 200, 400, 800, 1500 അങ്ങനെ 8 കോൺട്രാക്ട് ആണ്. ടോട്ടൽ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം $3090 വരും. നമ്മുടെ കോയിൻഫോർജിൽ മാക്സിമം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് 2,90,000 രൂപയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ചില കമ്പനികൾ നമ്മൾ സാധാരണ നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്ത് ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു 1 ലക്ഷം ഇട്ട് നോക്കും ഒരു കമ്പനിയിൽ, റിട്ടേൺ വരുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ലേഡീസ് ഒക്കെ ചെയ്യുന്നത് കുറെ ഗോൾഡ് ഒക്കെ കൊണ്ടിട്ട് പണയം വെച്ചിട്ട് ഒരു 5 ലക്ഷം ഇടും. അതിൽ നിന്ന് റിട്ടേൺ വരുന്നത് തോന്നിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാരെ പിടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കും, അല്ലെ? പിന്നെ കുറച്ചും കൂടി ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ലക്ഷം കൊണ്ടിട്ട് ഇടും. ഈ 10 ലക്ഷം കൊണ്ടാണ് ആരും മുങ്ങണത്, നേരെ ഇതിന്റെ MD എന്ത് ചെയ്യുന്നത്, മുങ്ങുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എത്ര തന്നെ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാളെ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. ഞാൻ എന്തുകൊണ്ട് ഇത്രയും സീരിയസ് ആയിട്ട് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വരെ എല്ലാ കമ്പനികൾക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കോയിൻഫോർജിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ലൈഫിലെ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 2,90,000 രൂപയാണ്. 2,90,000 2,90,000 രൂപയുടെ അപ്പുറത്തേക്ക് എന്തില്ല. നിങ്ങൾക്ക് 2,90,000 രൂപ മുടക്കി നിങ്ങൾ ഇപ്പൊ ലൈക്ക് ഇപ്പോ ആരാളോ എക്സാമ്പിൾ പറഞ്ഞ സനൂജ മാഡം എന്ത് ചെയ്യുകയാണ്, ഒരു 2,90,000 രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് സനൂജ മാഡത്തിന് ഒരു 2 മാസം ഇവിടെ നിന്ന് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ആയി. അപ്പൊ സനൂജ മാഡത്തിന് തോന്നുന്നതാണ്, എന്തായാലും ഇത്ര ലാഭം കിട്ടിയതല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 ലക്ഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ പറ്റില്ല. ഇവിടെ ആകെ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആകെ 2,90,000 രൂപ. പക്ഷെ ഈ 2,90,000 മതി നിങ്ങൾക്ക് എത്ര കോടി വേണിച്ചാലും ഇവിടെ സമ്പാദിക്കാം. ക്ലിയർ? അപ്പോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2,90,000 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ പ്ലാൻ കഴിയും. ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ 2,90,000 രൂപ മുടക്കിയിട്ട് നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത് 1,545 എനർജി ടോക്കണാണ്. ക്ലിയർ? നമ്മളിവിടെ 2,90,000 രൂപ കൊടുത്തിട്ട് മേടിക്കുന്നത് എന്താ, അല്ലെങ്കിൽ $3,900 കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്നത് 1,585 ടോക്കൺ ആണ് നമ്മൾ ഇവിടെ മേടിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് കിട്ടുന്ന ബെനിഫിറ്റ് അതാ 1,585. ഇത് നിങ്ങളുടെ ഡിജിറ്റൽ അസറ്റ് ആണ്. ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം ഇല്ലാന്നിട്ട് അറ്റ്ലീസ്റ്റ് 1 വർഷം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ കാണാം. 2010 ബിറ്റ് കോയിന് 2 രൂപ 85 പൈസയാണെങ്കിൽ ഇന്ന് 83 ലക്ഷമാണ് അല്ലെ. നമ്മൾ അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. നമ്മൾ ഒരു 5,000 കോയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോജക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 10,000 കോയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോജക്ട് ചെയ്യണം. ഈ ഒരു വിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ കാണും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. നിങ്ങൾ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1,545 ടോക്കൺ കിട്ടുന്നുള്ളത്. നെക്സ്റ്റ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇതൊരു ഫ്രാഞ്ചൈസി മോഡാണ്. ഈ ഒരു പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു അഫിലിയേഷൻ ലിങ്ക് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു അഫിലിയേഷൻ ലിങ്കും കൂടി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അത് ഓപ്ഷണൽ ആണ്. ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊജക്ട് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ പ്രോഫിറ്റബിൾ ആണ് ഈ ബിസിനസ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യാം, നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഈ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ടല്ല ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായത്.
നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് പറഞ്ഞു കൊടുക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ബിറ്റ് കോയിൻ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കോയിൻ ഫോർജിന്റെ വിജയിക്കാൻ പോകുന്ന ഒരു ക്രിപ്റ്റോ നമ്മൾ മേടിച്ചു വെച്ചുകൂടെ? ഫസ്റ്റ് ചെയ്ത പ്രോസസ് അതാണ്. എന്റെ ഫ്രണ്ട്സിനും കൂടിയിട്ട് ഇത്ര കോയിൻ മേടിച്ചു കൊടുത്തു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ട്? നമ്മൾ ഇതുവരെ നമ്മൾ യൂസ് ചെയ്യാത്ത നമ്മളുടെ കോണ്ടാക്ട് മാത്രം എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇന്ന് വരെ നമ്മളുടെ കോണ്ടാക്ട്സ് എങ്ങനെ യൂസ് ചെയ്യണം ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ വെറുതെ സമയം കൊണ്ടുപോയല്ല, ഞാൻ പറയാം. ഇന്ന് ഫാക്ട് എന്ന് പറയുന്നത് നമ്മളുടെ കോണ്ടാക്ട്സ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ നല്ല നല്ല ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൊണ്ടുപോയി സ്റ്റാറ്റസ് ഇടും. എന്നിട്ട് ധാരൊക്കെ ലൈക്ക് ചെയ്ത് നോക്കാനാണ് നമുക്ക് സമയം. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. പക്ഷെ ഇതേ കോണ്ടാക്റ്റിലേക്ക് നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു പ്രോഗ്രാം നമ്മൾ കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു വ്യക്തിയിലേക്ക് ഒരു 8 കോൺട്രാക്ടിന്റെ ബിസിനസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1545 എനർജി ടോക്കൺ നിങ്ങൾ ഒരു വ്യക്തിയിലേക്ക് കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അഫിലിയേഷൻ ലിങ്ക് വഴി നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഏകദേശം 1,96,000 രൂപയാണ്. $2,089.5 ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ ബിസിനസ് കൊടുത്തു കഴിഞ്ഞാൽ, പ്ലസ് ഒരു 75% ഒരു ടോക്കൺ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ വാലറ്റിലേക്ക് ആഡ് ആവും. ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് എന്ത് ചെയ്തു? ഒരു ഡിജിറ്റൽ അസറ്റ് ആയിട്ടുള്ള എനർജി ടോക്കൺ നിങ്ങൾക്ക് കിട്ടി. രണ്ടാമത് കിട്ടുന്ന ബെനിഫിറ്റ്, ഇതൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 75% എനർജി ടോക്കൺ പ്ലസ് ഒരു $2,089 നിങ്ങൾക്ക് കിട്ടുക. രണ്ടാമതൊരു വ്യക്തിക്ക് നിങ്ങൾ ബിസിനസ് കൊടുത്താലും സെയിം ഏകദേശം $2,089.5 പ്ലസ് 75% എനർജി ടോക്കൺ. ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? 2 പേർക്ക് ബിസിനസ് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ടോട്ടല് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 2 കൂടി നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 3,50,000 മുകളിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വരുമാനം കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം ആർക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റുന്നോ, നമ്മുടെ കോൺടാക്ട്സിൽ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇത് കൊടുക്കാം. ചിലപ്പോൾ ഒരുപാട് പേർക്ക് എന്തുണ്ടാവും? കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇത് 2,10,000 ഉണ്ടെങ്കിൽ 2,90,000 ഉള്ളവർക്ക് മാത്രമുള്ള പ്രൊജക്ട് ആണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാനിവിടെ പറഞ്ഞു ഏകദേശം 8 കോൺട്രാക്ട് ഉണ്ട് ഇവിടെ. $15 തുടങ്ങി $1,600 അല്ലെ? നിങ്ങൾക്ക് $3,900 എന്ത് ചെയ്യാം? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. $15 മുടക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോ 25ഉം 15ഉം എടുത്തോണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ 25ഉം 15ഉം പ്ലസ് 50 എടുത്തോണ്ട് 3 കോൺട്രാക്ട് എടുത്തോണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4 കോൺട്രാക്ട്, അത് കസ്റ്റമറുടെ ഇഷ്ടമാണ്. കസ്റ്റമറിന് തീരുമാനിക്കാം എത്ര കോൺട്രാക്ട് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഞാൻ എന്തുകൊണ്ട് മാക്സിമം പറഞ്ഞു, നമ്മളൊരു ബിസിനസ് മോഡലാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം അതിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ ഇതിന്റെ ഇമ്പാക്ട് മാർക്കറ്റിൽ കാണിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ? അപ്പൊ നിങ്ങൾ ആരാണ് ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു വ്യക്തിയെ ഒന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പല ടൈപ്പ് പ്ലാൻ ഉണ്ട്. ലൈക്ക് 4 കോൺട്രാക്ട് സെയിൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോയിന്റെ റേറ്റും അതേപോലെ തന്നെ കിട്ടുന്ന ബെനിഫിറ്റ്, അതുപോലെ 5 കോൺട്രാക്റ്റാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, 6 കോൺട്രാക്റ്റാണ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് പ്ലാനുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ നിങ്ങളടുത്ത് പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഡിജിറ്റൽ അസറ്റ് ഏൺ ചെയ്യാം. ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ അസറ്റിന്റെ കാലഘട്ടമാണ്. ഇത് നമുക്ക് ഇനിയെങ്കിലും സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇനിയെങ്കിലും ഏൺ ചെയ്യാൻ പറ്റിയില്ല എന്നത് ഇത് ഒരാൾ വന്നിട്ട് ഇനി എന്ത് ചെയ്യില്ല, നമ്മളെ പഠിപ്പിച്ചു തരില്ല. വിജയിച്ച ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീക്രട്ടും നമുക്ക് തരില്ല. പക്ഷെ നമുക്ക് വിജയിച്ചേ പറ്റൂ. നമ്മുടെ ഡ്രീം നമുക്ക് ഫുൾഫിൽ ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തെങ്കിലും കാശ് മുടക്കിയിട്ട് ബിസിനസ് ചെയ്യാന്നുള്ളതല്ല. അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എല്ലാവരുടെ മൈൻഡിലുള്ളതാണ്. ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം. ഇതിനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഇന്ന് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നുള്ളത് മാറി ഇന്ന് കോണ്ടാക്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ന് ബിസിനസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇത് അറിയാതെ പോകരുത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നുള്ളത് മാറി കോണ്ടാക്ട്സിലേക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് വേൾഡില് ഏറ്റവും നമ്പർ 1 ടാക്സി എന്നറിയപ്പെടുന്ന ടാക്സി ഏതാ? നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്നത് ഊബർ ടാക്സിയാണ് അല്ലെ? ഊബറിന് സ്വന്തമായിട്ട് എത്ര ടാക്സി ഉണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഊബറിന് സ്വന്തമായിട്ട് എത്ര ടാക്സി ഉണ്ട്? ഒരു ടാക്സി പോലും ഇല്ല. ഇന്ന് വേൾഡ് വൈഡിൽ ഏറ്റവും കൂടുതൽ ഫുഡ് സെർവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ആപ്ലിക്കേഷനാണ്. ഇവർക്ക് സ്വന്തമായിട്ട് എത്ര ഹോട്ടലുണ്ട്? ഏറ്റവും കൂടുതൽ ഇന്ന് ബുക്ക് ചെയ്യുന്ന റൂംസ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പറയും ഓയോ റൂംസ് ആണ്. ഓയോക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടോ? ഇല്ല. ഇന്ന് വേൾഡ് വൈഡിൽ നിങ്ങൾ നോക്കുക, ലോകത്തിലെ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടോപ്പ് 10 ടോപ്പ് കോടീശ്വരനായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട്, ജെഫ് ബിസോസ് എന്ന് പറയും.
ജെഫ് ബിസോസ് ലോകത്തിലെ നമ്പർ 1 കോടീശ്വരനായിരുന്നു. ആളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആണ്. ആമസോൺ എന്ന് പറയുന്ന ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്. ഈ അത് ഒരു ഷോപ്പിംഗ് സൈറ്റ് മാത്രം വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? ലോകത്തിലെ 1ാമത്തെ കോടീശ്വരനായ ഒരു വ്യക്തി. ഞാൻ ഫാക്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. കാലഘട്ടത്തിനനുസരിച്ച് അവർ മാറ്റിയ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ അന്നത്തെ കാലത്ത് ഇന്ന് യൂസഫ് അലീക്ക 5000 മൊബൈൽ ഫോണ് ഷോ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു മൊബൈൽ ഫോൺ വിൽക്കുന്നു. 5000 മൊബൈൽ ഫോൺ ഷോപ്പിൽ ഷോ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ന് ഇവിടെ സെയിൽ നടത്തുന്നെങ്കിൽ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ആമസോണിൽ ഒരു ഫോട്ടോ മാത്രം വെച്ചിട്ട് 5000 ഫോണുകൾ എന്ത് ചെയ്യുന്നു? ജെഫ് ബിസോസ് വിൽക്കുന്നു. ഇതാണ് രണ്ടിന്റെ സ്ട്രാറ്റജി. ഇവിടെ എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട്സ് ആണ്. മാക്സിമം കോണ്ടാക്ട്. ഇന്നത്തെ കാലത്ത് അസറ്റ് എന്ന് പറയുന്നത് കോണ്ടാക്ട് ആണ്. നമ്മുടെ ഫോണിലൊക്കെ ഉണ്ട് ആ കോണ്ടാക്ട്സ്. പക്ഷെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് എന്തിനല്ല? ബിസിനസിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ഇന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ന് കോണ്ടാക്ട്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ കുറച്ച് കറക്റ്റ് ആയിട്ട് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂച്ചറിൽ വലിയൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞില്ല. ഇവിടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ വെറും 5 പേര് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, വെറും 5 പേരെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ ഒരു 20% അവർ മാറ്റി വെച്ചിരിക്കുന്നത് റോയാലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോഗ്രാമിന്റെ 20% അവർ ഫണ്ട് മാറ്റി വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ഇവിടെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് അവർക്ക് റോയാലിറ്റി കൊടുക്കും. എല്ലാ മാസവും അവർ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും അവർക്കൊരു സാലറി കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യും? അവരുടെ വാലറ്റിൽ ഒരു ഫണ്ട് ക്രെഡിറ്റ് ആവും. അങ്ങനത്തെ ഒരു റോയാലിറ്റി കസ്റ്റമർ ആയിട്ട് ആർക്ക് മാറാൻ പറ്റും? നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ പറ്റും. ഒരു 5 ആക്റ്റീവ് പാർട്ട്നേഴ്സ് നമുക്ക് കിട്ടിയാൽ മതി. അത് പല ക്രൈറ്റീരിയയിലാണ് അവർ കൊടുക്കുന്നത്. ലൈക്ക് ജെനിസിസ്, അതേപോലെ തന്നെ ട്രയൽ, അത് മുതൽ ട്രയൽ ബ്ലേസർ വരെയുള്ള ഒരു 4ഓളം കാറ്റഗറി ഉണ്ട്. 20%, 30%, 40% എന്ന് പറഞ്ഞ പോലെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ റോയാലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ ഏത് രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലുള്ള റോയാലിറ്റി എല്ലാ മാസവും എന്ത് ചെയ്യാം? നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു റോയാലിറ്റി കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാ? റോയാലിറ്റി കിട്ടുന്നതായിരിക്കണം. പ്രോഫിറ്റ് ഷെയർ ഞാൻ ഉദ്ദേശിച്ചത്. പ്രോഫിറ്റ് ഷെയർ മേടിക്കുന്നത് ഓണേഴ്സിനല്ല പ്രോഫിറ്റ് ഷെയർ കിട്ടുക. സാധാരണ ഒരു കമ്പനിയിൽ പ്രോഫിറ്റ് മേടിക്കുന്നത് ഓണേഴ്സിന് അല്ല, ഓണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് പ്രോഫിറ്റ്. ഈ ഒരു പ്രൊജക്ട് കോയിൻ ഫോർജിന്റെ ഓണർ ആവാൻ പറ്റും നിങ്ങൾക്ക്. ചെറിയൊരു വിഷയമല്ല. ഇത് 4 ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ച് കുറച്ച് സാലറി, കുറച്ച് കമ്മീഷൻ മേടിച്ചിട്ട് പോകാനല്ല ഞാൻ പറയുന്നത്. ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ലൈഫ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആകെയുള്ള പേടി എന്ന് പറയുന്നത് കമ്പനി നിർത്തി പോവില്ല. കാലഘട്ടത്തിനനുസരിച്ചുള്ള ബിസിനസ് ആണോ? ഇന്നത്തെ കാലഘട്ടത്തിൽ വെബ് 3 എന്നറിയപ്പെടുന്ന വെബ് 3 നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കണേ നിങ്ങൾക്ക് മനസ്സിലാവും. വെബ് 1 എന്നുള്ള കാലഘട്ടവും കഴിഞ്ഞ് വെബ് 2 എന്നുള്ള കാലഘട്ടവും കഴിഞ്ഞ് ഇന്നിപ്പോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വെബ് 3ലാണ്. വെബ് 3 നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ, സ്മാർട്ട് കോൺട്രാക്ട്, ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസി വെബ് 3 വരുന്നതാണ്. ഈ വെബ് 3 വരുന്ന ഈ 4 ടെക്നോളജി എവിടെയുണ്ട്? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്മാർട്ട് കോൺട്രാക്റ്റിൽ, കോയിൻ ഫോർജിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിലുണ്ട്. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ചുള്ള ബിസിനസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്ത്. എല്ലാം പെർഫെക്റ്റ് ആണ് അല്ലെ? ബെസ്റ്റ് പ്രൊജക്ട്, പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് ഇനി ആര് ശരിയായാൽ മതി? നമ്മൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതാണോ? കാരണം എന്താ? ഒരുപാട് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആൾക്കാർ ഈ രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുത്തു. ഇവിടെ മോട്ടിവേഷൻ ഒന്നും ഇല്ല, ഒരു തരത്തിലൊരു ചാൻസും ഇല്ല. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവരും എന്നെ കൊണ്ട് പറയാറുണ്ട്, സാർ 9 മാസമല്ലേ, നിങ്ങൾ എന്ത് വരുമാനം ഉണ്ടാക്കി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഷോ ചെയ്തുകൂടെ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതാണ്. എന്റെ കോൺട്രാക്ട്സ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക്, എന്റെ അതേ പ്രോഫിറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ചിലപ്പോൾ എന്നെക്കാട്ടി കപ്പാസിറ്റി കാലിബർ ഉള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി എന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഫാക്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്റെ പ്രോഫിറ്റ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും 2 ദിവസം കൊണ്ട് 15 ലക്ഷം രൂപ വരുമാനം മേടിച്ചു കൊടുത്ത ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. 2 ദിവസം കൊണ്ട് 15 ലക്ഷത്തിന് മുകളിൽ വരുമാനം മേടിച്ച ഒരുപാട് ആൾക്കാർ ഇന്ന് ഓർഗനൈസേഷനിൽ, എംപവർ ഓർഗനൈസേഷനിലുണ്ട്. ണ്ടാവും ലീഡേഴ്സിന് മാത്രം കൂടുതൽ വരുമാനം, നമുക്ക് കുറവ് വരും. അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊരു ബെസ്റ്റ് പെർഫോമർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാട്ടി കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വരുമാനം പിടിക്കാൻ പറ്റും. ഇതാണ് പ്ലാൻ. ഇന്ന് മാർക്കറ്റിൽ എന്തുകൊണ്ട് ഈ ഒരു കോയിൻ ഫോർജ് എന്നുള്ള സ്മാർട്ട് കോൺട്രാക്ട് ട്രെൻഡ് ആയി എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഒരുപാട് കമ്പനികൾ ഉണ്ടായിട്ടും സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ടുള്ള കോയിൻ ഫോർജിന്റെ പേര് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ഒരു ബിസിനസ് ചൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി കോയിൻ ഫോർജിന് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റ കാരണമാണ്. അല്ലാതെ കുറെ ഇവിടെ മറ്റുള്ള കമ്പനികൾ നിങ്ങൾ കാണുന്ന പോലെ കുറെ BMW, ബെൻസിന്റെ ഒക്കെ ഷോ ഓഫും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇത്രയും കാര്യം ഞാൻ പറഞ്ഞപ്പോഴും ഒരു ഡൗട്ട് കൂടി ഉള്ളിലുണ്ടാവും. ഇതൊക്കെ ടെക്നോളജിനെ കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്യണേ? ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ? ഇതൊക്കെ ഞാൻ എങ്ങനെ ഒരാളുടെ അടുത്ത് നമ്മൾ പോയിട്ട് ഷെയർ ചെയ്യും? ഞാൻ പറയുമ്പോൾ ഒരാൾ ബിസിനസ്സിലേക്ക് നിങ്ങളുടെ അടുത്ത് കയറി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരാളുടെ അടുത്ത് പോയി ഓപ്പർച്യൂണിറ്റി പറയാൻ വേണ്ടി പോകരുത്. കാരണം അവൻ ചോദിക്കും ഇത് മണി ഷീൻ അല്ലേ,
ഇന്നലെ വന്ന് ഉടായിപ്പല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വ്യക്തമായിട്ടൊരു ആൻസർ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ വാച്ച് ചെയ്യേണ്ട ആൾക്കാർ ഫസ്റ്റ് വരിക, നിങ്ങൾ ആരാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു വ്യക്തി പറയുന്ന കാര്യം മാത്രം ഫോളോ ചെയ്യാം. അവര് പറയും നിങ്ങൾ അടുത്തതിന്റെ മൂവ് ചെയ്യണം, ഏത് രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങളെ സക്സസ് ആക്കുന്നത് വരെ എംപവർ ഇന്റർനാഷണൽ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കമ്മീഷൻ മേടിക്കാനല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ സക്സസ് ആവുന്നത് വരെ. അതിന് എംപവറിന്റെ 7 AM മീറ്റിംഗ് തുടങ്ങി, രാവിലെ 7 മണിക്ക് 7 AM മീറ്റിംഗ് ഉണ്ട്. ഇതേപോലത്തെ എല്ലാ 8 മണിക്കും 9 മണിക്കൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ പ്രസന്റേഷൻ പ്രോഗ്രാമുകൾ വെക്കുന്നുണ്ട്. ഡെയിലി ഓരോ സ്ഥലങ്ങളിൽ, കണ്ണൂരാണെങ്കിൽ, കാസർഗോഡ് ആണെങ്കിൽ, കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ഓഫ്ലൈൻ BOPകൾ, പ്ലാൻ പ്രസന്റേഷൻ പ്രോഗ്രാം BOPകളിൽ ഫിസിക്കലി നമ്മൾ നടത്തുന്നുണ്ട്. 1 ഡേ ട്രെയിനിങ്ങുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഡേ ട്രെയിനിങ്ങുകൾ, വർക്ക്ഷോപ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതൊന്നും കൂടാതെ LTP എന്ന് പറയുന്ന ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അടക്കം എന്ത് ചെയ്യുന്നുണ്ട് എംപവർ ലാസ്റ്റ് 5 years ആയിട്ട് ഇന്ന് എംപവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ ചെറിയൊരു പ്രോഗ്രാമിലേക്ക് ഒന്നുമല്ല നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഇന്ന് കാലഘട്ടത്തിനനുസരിച്ചുള്ള നിങ്ങളുടെ ഡ്രീമിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ചൂസ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരാണ്. ഞാൻ ഒരിക്കലും ഒരാളെ കൊണ്ട് ഞാൻ ചെയ്യാറില്ല, ബിസിനസ് പറയുമ്പോൾ ഫോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ ഇന്നത് ചെയ്യുന്നത് ഞാൻ പറയാറില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഇന്ന് മാർക്കറ്റിലുള്ള പ്രോഗ്രാമുകളിൽ വെച്ചിട്ട് ഏറ്റവും നമ്പർ 1 പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യുന്ന കോയിൻഫോർജിന്റെ പ്ലാനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്ന് നമ്മൾ ഈ മാർക്കറ്റിലുള്ളതുകൊണ്ട് പല കമ്പനീസും ചെയ്യുന്ന ലീഡേഴ്സ് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് കോയിൻഫോർജിൽ നടക്കുന്നത്, ഇതൊക്കെ ഉള്ളതാണോ? സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് സ്റ്റാറ്റസിലേക്ക് 15 ലക്ഷം രൂപയൊക്കെ വരുമാനം പഠിച്ചത്, 15 ലക്ഷം എന്ന് പറഞ്ഞാൽ $15,000 ഒക്കെ. ഇന്ന് സംശയമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, എന്റെ സ്റ്റാറ്റസിൽ ഞാൻ ഇട്ടു $15,000 2 ദിവസം കൊണ്ട് വരുമാനം പഠിച്ച സ്റ്റാറ്റസ്, ഇതൊക്കെ ഉള്ളതാണോ? വിശ്വസിക്കാൻ പറ്റില്ല. ഒരു 15,000 ഒരു 5 ലക്ഷം രൂപ സാലറി മേടിക്കണമെന്നുണ്ടെങ്കിൽ, സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ജോലി ചെയ്യണം ഒന്ന് ചിന്തിച്ചു നോക്കിയാ. ഒരു 5 ലക്ഷം രൂപ മാസം സാലറി മേടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ജോലി ചെയ്യണം നമ്മൾ? മനസ്സിലാവണ്ട. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് ആണ്, 8 സെറ്റ് കാര്യങ്ങളൊക്കെയാണ്. കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ആരാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഞാനിന്ന് പ്ലാനിൽ ഉപരി ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നത്. സോ മാക്സിമം ഒരിക്കലും ടൈം കളയാതെ, ടൈം മാത്രം ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് 2 സെക്കൻഡ് വെയിറ്റ് ആയപ്പോൾ ആ ബോസ് ചോദിച്ചത് ഇത് ഇപ്പോഴെങ്കിലും തുടങ്ങുമെന്ന്, അല്ലെ? ഒരു കാരണവശാലും വേസ്റ്റ് ആക്കാതെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും, ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. സോ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. അതേപോലെ തന്നെ ഇതേപോലത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ എമർജിംഗ് ഫോഴ്സ് ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പ്ലാൻ പ്രസന്റേഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ലീഡേഴ്സിനും ഒരു താങ്ക്സ് പറയാൻ കൂടിയിട്ട് ഈ ഒരു സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഒരു ട്രസ്റ്റോട് കൂടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എംപവറിന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഗ്യാരണ്ടി ആര് തരാണ്? ജിനാഫ് കസാൽ തരാണ്. സോ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്രീംസിലേക്കുള്ള പണി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യുക. അത് ഒന്നും അറിയാത്തവരുടെ അടുത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാരണം ഒന്നും അറിയാത്തവരുടെ അടുത്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കുറെ നെഗറ്റീവ്സ് അല്ലാതെ, കുറെ കുത്തുവാക്കുകൾ അല്ലാതെ വേറെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. സോ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് എന്ത് ചെയ്യുക, ചോദിക്കുക. എന്നിട്ട് വ്യക്തമായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. മേക്ക് എ സ്ട്രോങ് ഡിസിഷൻ, ഷേപ്പ് യുവർ ഡെസ്റ്റിനി. എനിവേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റരുത്, നല്ല രീതിയിൽ നിങ്ങളുടെ ഡ്രീംസ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്തിട്ട് തൽക്കാലം എന്റെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു സോ മച്ച്.